മിക്കവാറും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ദൃഷ്ടിദോഷം സംഭവിച്ചിരിക്കുന്നുവെന്ന്. ഇവരുടെ ദൃഷ്ടിദോഷം അകറ്റൂ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ദൃഷ്ടിദോഷമുണ്ടാകും. പിന്നെ ഇങ്ങനെ ശൃംഗരിക്കരുത്, അത് ധരിക്കരുത്, എന്നാൽ ദൃഷ്ടിദോഷമുണ്ടാകും. അങ്ങനെ പലതും. കുറച്ചുപേർ ദൃഷ്ടിദോഷം മാറാൻ പരിഹാരം ചെയ്യുന്നു. ചിലർ മുളക് കത്തിക്കുന്നു, ചിലർ എണ്ണ തേച്ച് സ്നാനം ചെയ്ത് ദോഷമകറ്റുന്നു, ചിലർ കറുത്ത പൊട്ടു തൊടുന്നു, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. ഉചിതമാണ്. പക്ഷെ ഞാൻ ദൃഷ്ടിദോഷത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ ഒരു തരത്തിലുമുള്ള ദൃഷ്ടിക്കും നിങ്ങളെ ഒരു കാരണവശാലും ഹാനി വരുത്തുവാൻ സാധിക്കില്ല. കൊടുങ്കാറ്റ് ചിലപ്പോൾ ചില വീടുകളിൽ വേഗം പൊടി നിറയ്ക്കും. ആ വീടുകളിൽ ജനാലയുടെ തിരശീല ദുർബലമായതാണ് കാരണം. ഇനി മണൽക്കാറ്റിനും ചില വാതിലുകൾ മാത്രമേ തകർക്കാനാകൂ, അടിത്തറ ഉറപ്പില്ലാത്ത വാതിലുകളെ. അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറ നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഒരവസ്ഥയെയോ ഒരു സ്ഥാനത്തെയോ ഇനി സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ.